എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ്, ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ്, മിന്നലിനേക്കാൾ വേഗതയിൽ, മിന്നലിനേക്കാൾ വേഗതയിൽ. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഉസൈൻ ബോൾട്ടിൻ്റെ ആത്മകഥയാണ്. ഉസൈൻ ബോൾട്ട് നമുക്കറിയാം, വേഗത കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച ഓട്ടക്കാരൻ. ഒളിമ്പിക്സിൽ തുടർച്ചയായി 3 തവണ സ്വർണം സ്വന്തമാക്കിയ വേഗത്തിൻ്റെ രാജാവ്. 9.81 സെക്കൻഡിൽ 100 മീറ്റർ ഓടിയ വേഗത്തിൻ്റെ താരം ഉസൈൻ ബോൾട്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എങ്ങനെയാണ് ലോകത്തിൻ്റെ വേഗരാജാവായി മാറിയത് എന്നതിനെ സംബന്ധിച്ച് ചില സൂചനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ നേട്ടത്തിന് പിന്നിൽ കഠിനാധ്വാനമുണ്ട്. ഭക്ഷണത്തിലും മറ്റും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വറുത്ത ചിക്കൻ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ശരീരത്തിൽ കൊഴുപ്പ് കൂടാതിരിക്കാൻ അതിൻ്റെ അളവ് കുറച്ചു. മക്ഡൊണാൾഡ്, KFC തുടങ്ങിയ ഫാസ്റ്റ് ഫുഡിൻ്റെ ആരാധകനായിരുന്നു ഉസൈൻ ബോൾട്ട്. പക്ഷേ ട്രാക്കിൽ വേഗം നിലനിർത്താൻ അതിൻ്റെയും അളവ് കുറച്ചു. 3 തവണ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഈ ലോകത്തെ വിസ്മയിപ്പിച്ച വേഗരാജാവ്, അദ്ദേഹം ഈ ലോകത്തിൽ ശ്രദ്ധേയമായ ഒരു ഓട്ടക്കാരനായി മാറിയതിൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചു, പല കാര്യങ്ങൾക്ക് നിയന്ത്രണം വരുത്തി. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, യേശുവിനെ നോക്കിക്കൊണ്ട് ജീവിത ഓട്ടം ഓടണം. യേശു വിശ്വാസത്തിൻ്റെ നായകനാണ്. മാത്രമല്ല അതിൻ്റെ പരിപൂർണതയുമാണ്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുമാണ്. എബ്രായർക്ക് ലേഖനം മറ്റ് ലേഖനങ്ങളിൽ നിന്നൊരു വ്യത്യസ്തതയുണ്ട്. കാരണം എബ്രായർ ലേഖകൻ എഴുതിയിരിക്കുന്ന ഓരോ ആശയങ്ങളും ചില ആളുകളുടെ ഉദാഹരണങ്ങൾ വെച്ചാണ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് തൊട്ട് മുൻപിലത്തെ അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ കുറച്ചധികം വിശ്വാസ ധീരന്മാരുടെ സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായർ ലേഖകൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് മുൻപേ പോയവർ, പൂർവികർ, അവരിൽ തെളിഞ്ഞു നിന്ന വിശ്വാസ സാക്ഷ്യം യേശു ക്രിസ്തുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ നോക്കി നിങ്ങൾ ഓടണം. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ഒരു വലിയ ഓട്ട മത്സരത്തോടെയാണ് എബ്രായർ ലേഖകൻ ഉപമിച്ചിരിക്കുന്നത്. ഓട്ടം, നമ്മളെല്ലാവരും ആ ഓട്ടത്തിലാണ്. ഇത് എബ്രായർ ലേഖകൻ മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതുമ്പോൾ 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനേ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. പൗലോസും ഈ ഓട്ടത്തെ ഗൗരവമായി എടുത്ത ഒരു വിശ്വാസിയാണ്. ശാരീരിക ക്ഷമതയില്ലാത്തവർക്ക് കായിക മത്സരത്തിൽ വിജയിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആത്മീകമായ ആരോഗ്യമില്ലാത്തവർക്കും ഈ ഓട്ടത്തിൽ മുന്നേറുവാൻ സാധ്യമല്ല. ക്രിസ്തീയ ജീവിതം ഒരു 100 മീറ്ററോ 200 മീറ്ററോ പോലെ ഒരു ചെറിയ ദൂരമല്ല. നമുക്ക് ഓടാനുള്ളത് വലിയ ദൂരമാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ, അതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് ഈ ഓട്ടത്തിൽ സ്ഥിരത ഉണ്ടാകണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ഥിരോത്സാഹം ഉണ്ടാകണം. വഴിയിൽ വീണുപോകാൻ നമുക്ക് അവകാശമില്ല. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്ഥിരത കൈവരണം. എന്താണ് സ്ഥിരത എന്ന് പറയുന്നത്? ഏതെങ്കിലുമൊക്കെ അധികാരമുള്ളപ്പോഴോ ആരോഗ്യമുള്ളപ്പോഴോ കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോഴോ അനുയോജ്യമായിരിക്കുമ്പോഴോ മാത്രമല്ല വിശ്വാസത്തിൽ ആഴപ്പെടേണ്ടത്. വിശ്വാസത്തിൽ സ്ഥിരത കൈവരിക്കാൻ കഴിയണം. അതിന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം ആരംഭിക്കുന്നത്
ഈ ഓട്ടപ്പന്തയത്തിൽ നമ്മളാരും തനിച്ചല്ല എന്നൊരു ധൈര്യം നമുക്ക് നൽകുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ സംരക്ഷണത്തിനും വിശ്വാസത്തെ ആഴപ്പെടുത്താനും നമുക്കുണ്ട്. സിൻസ് വി ആർ സറൗണ്ടഡ് ബൈ എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. സാക്ഷികളുടെ വലിയൊരു സമൂഹം. ഏതാണ് ആ സമൂഹം? 11-ാം അധ്യായത്തിലുണ്ട്. തൊട്ട് മുമ്പിലത്തെ അധ്യായം. അബ്രഹാം, യാക്കോബ്, യോസേഫ്, മോശെ, രാഹാബ്, ഗിദയോൻ, ഇഫ്താഹ്, ദാവീദ് തുടങ്ങി ഈ ഓട്ടക്കളത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടോടിയവരുടെ ഒരു നീണ്ട നിര, ഒരു വിശ്വാസികളുടെ നിര, സാക്ഷികളുടെ നീണ്ട നിര. അബ്രഹാം ഈ ഓട്ടത്തിൽ വീണുപോകാൻ സാധ്യതയുള്ള ആളായിരുന്നു. വളരെ കാത്തിരുന്ന് കിട്ടിയ കൺമണി, വളരെ വർഷക്കാലം ക്ഷമയോടെ കാത്തിരുന്ന് കിട്ടിയ മകനെ ഒരു പരീക്ഷണം പോലെ വിട്ടുകൊടുക്കേണ്ടി വന്നു, നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നിട്ടും ഈ ഓട്ടക്കളത്തിൽ ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ചു. യാക്കോബ്, വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, മക്കൾ തമ്മിലുള്ള അകലം, പതറിപ്പോകാമായിരുന്ന എത്രയോ സാഹചര്യങ്ങൾ, എന്നിട്ടും വിശ്വാസത്തിൽ നിലയുറപ്പിച്ചു. യോസേഫ്, എന്തുമാത്രം പരീക്ഷണങ്ങളാണ് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നത്. സഹോദരങ്ങളാണ് ഗൂഢാലോചന ചെയ്യുന്നത്. പൊട്ടക്കിണറിൻ്റെ അനുഭവം. ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിൽപ്പന ചെയ്യപ്പെടുന്നു. പോത്തിഫോറിൻ്റെ വീട്ടിലെ പ്രലോഭനം, കാരാഗ്രഹത്തിൻ്റെ അനുഭവം. ഇങ്ങനെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ യോസേഫ് ഓടിയ ഓട്ടം അതീവ ദുഃഖകരമായ, അസ്വസ്ഥത നിറഞ്ഞ ഒരോട്ടമായിരുന്നു. എന്നാലും ദൈവത്തെ മുൻനിർത്തി, ദൈവത്തെ ലക്ഷ്യം വെച്ച് അണുവിട പോലും ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചില്ല. ഇങ്ങനെയാണ് സാക്ഷികളുടെ നീണ്ട നിര. രാഹാബ്, അത്ര നല്ലതല്ലാത്ത ജീവിതം നയിച്ചിരുന്ന രാഹാബ് വിശ്വാസത്തിൻ്റെ വലിയൊരു സാക്ഷി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു, അവിശ്വാസത്തിൽ അടിമപ്പെട്ടു പോയില്ല. നമുക്ക് മുമ്പേ മടങ്ങിപ്പോയവരുടെ സാക്ഷ്യം ഒരു മേഘം പോലെ നമ്മെ വലയം ചെയ്തിരിക്കുന്നു, നമ്മെ പൊതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, ഈ ഓട്ടത്തിൽ നമ്മളാരും തനിച്ചല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. വിശുദ്ധന്മാരുടെ സംസർഗം നമ്മുടെ വിശ്വാസ പ്രമാണം. വിശുദ്ധന്മാരുടെ സംസർഗം എന്ന് നാം പറയാറുണ്ട്. ആ വിശുദ്ധ സംസർഗം എന്നത് നമുക്ക് മുൻപേ പോയവരുടെ ജീവിത സാക്ഷ്യമാണ്, അവരുടെ മാതൃകയാണ്. വലയം ചെയ്ത് നിൽക്കുന്ന വിശുദ്ധർ. തിരുമേശ ശാരീരികമായിട്ടൊക്കെ വയ്യായ്മ ഉള്ളവരുടെ വീടുകളിൽ കൊണ്ട് നൽകാറുണ്ടല്ലോ. കുറച്ച് പേരുടെ വീടുകളിൽ ഈ തിരുവത്താഴം നൽകുമ്പോൾ ഈ ഇടയ്ക്ക് ഒരമ്മ പറഞ്ഞു, അവർക്ക് ശരിയായിട്ടുള്ള വാക്ക് വെളിയിൽ വരുന്നില്ല, ശാരീരികമായി തളർന്ന അനുഭവത്തിലാണ്. ചെറിയ ചെറിയ വാക്കുകളിൽ ആ അമ്മ പറഞ്ഞു, സ്വർഗം കിട്ടിയ സന്തോഷം, സ്വർഗം കിട്ടിയ സന്തോഷം. ഇതാണ് നമ്മുടെ പൂർവികരുടെ വിശ്വാസത്തിൻ്റെ ആഴം. അവർക്ക് ഒരുപക്ഷെ ശാരീരികമായി ആലയത്തിൽ വരാൻ പ്രാപ്തിയില്ലെങ്കിലും ഇപ്പോഴും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഓട്ടം. ശരീരം നിലയ്ക്കുന്നുവെങ്കിലും ആത്മാവിൻ്റെ ആനന്ദത്തിൻ്റെ ഓട്ടം. നേരത്തെ ശുശ്രൂഷ നിർവഹിച്ചിരുന്ന പളുകൽ പള്ളിയിൽ ഇതേപോലൊരു അമ്മ ആ അമ്മയെ സന്ദർശിച്ച് ഇറങ്ങുമ്പോൾ ആ അമ്മ പറഞ്ഞു, അച്ഛാ, 10 ആറ്റിലെ വെള്ളം കുടിച്ചതുപോലെ ഒരു സംതൃപ്തി, 10 ആറ്റിലെ വെള്ളം കുടിച്ചതുപോലെ ഒരു സംതൃപ്തി. ഈ ഓട്ടപ്പന്തയത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടവർ ആരൊക്കെയോ നമുക്ക് വലയം തീർക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ നോക്കി ഓടുക. ഈ ഓട്ടപ്പന്തയത്തിൻ്റെ അന്തിമ ബിന്ദു യേശുവാണ്. യേശുവിനെ നോക്കി ഓടണം. നമുക്ക് സമ്മാനം നൽകാൻ കാത്തു നിൽക്കുന്ന യേശുവിനെ നോക്കി ഓടണം. യേശുവിനെ മുന്നിൽ കാണണം. യേശുവിനെ ദ പയനിയർ ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കാറുണ്ട്. വിശ്വാസത്തിൻ്റെ നാഥൻ, ദ പയനിയർ ഓഫ് ഫെയ്ത്ത്. എന്തിനാണ് യേശുവിനെ അങ്ങനെ വിളിക്കുന്നത്? താഴോട്ട് എഴുതിയിട്ടുണ്ട്, സ്വന്തം സന്തോഷത്തെ ഉപേക്ഷിച്ചു, സഹനവും അപമാനങ്ങളും സഹിച്ചു, കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഇതാണ് ക്രിസ്തു നമുക്ക് മുൻപിൽ വെച്ച ഓട്ടം. വിശ്വാസത്തിൻ്റെ ആദ്യ ബിന്ദുവും അവസാന ബിന്ദുവും കേന്ദ്ര ബിന്ദുവും യേശുവാണ്, ക്രിസ്തുവാണ്. വിശ്വാസം സ്ഥാപിച്ചതും വിശ്വാസം സമാപിക്കുന്നതും ക്രിസ്തുവിലാണ്. വിശ്വാസം സമ്പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലാണ്. ഒരോട്ടമാണ് നമ്മുടെ ആത്മീയ ജീവിതം. ഈ ഓട്ടത്തിൽ ഉസൈൻ ബോൾട്ട് വിജയിച്ചത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ്, കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയതുകൊണ്ടാണ്, കുറേ കാര്യങ്ങൾക്ക് നിയന്ത്രണം വരുത്തിയതുകൊണ്ടാണ്. അങ്ങനെയാണ് ഉസൈൻ ബോൾട്ട് ലോകത്തെ അമ്പരിപ്പിച്ച, വിസ്മയിപ്പിച്ച ഓട്ടക്കാരനായി മാറിയത്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ചിലതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം, ചില കാര്യങ്ങളൊക്കെ
നമ്മൾ വളരെ സ്ഥിരതയോടെ, സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകണം. ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. സ്ഥിരോത്സാഹം ഉണ്ടാകട്ടെ. ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കി ഒരു സ്ഥിരോത്സാഹം സാധ്യമാകട്ടെ. ക്രിസ്തുവിനെ നോക്കി ആഴമായൊരു സമർപ്പണം ഉണ്ടാകട്ടെ. യേശുവിലാണ് നമ്മുടെ നോട്ടം പതിയേണ്ടത്. ബാക്കിയെല്ലാം മറ്റ് മുൻഗണനാക്രമത്തിൽ ഉൾപ്പെട്ടതാണ്. ലക്ഷ്യം, അടിസ്ഥാനം യേശുവാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിനെ നോക്കി ഓടാനുള്ളൊരു സ്ഥിരോത്സാഹവും സമർപ്പണവും കൈവരുന്നൊരു പുതുവർഷം ഹൃദ്യമായി ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വഴി നടത്തട്ടെ. ആമേൻ. ഭൂമിയിൽ ഞങ്ങളെ മനുഷ്യരായി സൃഷ്ടിച്ച ജഗദീശ്വര, നിനക്കായിരം സ്തോത്രം. ഭൂമിയിൽ ഞങ്ങളെ മനുഷ്യരായി സൃഷ്ടിച്ച ജഗദീശ്വര, നിനക്കായിരം സ്തോത്രം. എല്ലാം ഞങ്ങൾക്കു നൽകിയ ജഗദീശ്വര, നിനക്കായിരം സ്തോത്രം. എല്ലാം ഞങ്ങൾക്കു നൽകിയ ജഗദീശ്വര, നിനക്കായിരം സ്തോത്രം. കർത്താവായ യേശുവേ, സ്ഥിരതയോടും സമർപ്പണത്തോടും യേശുവിനെ നോക്കി ഓടുവാൻ സഹായിക്കണമേ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തുണയായി ഞങ്ങളെ വഴി നടത്തിയാലും. ആമേൻ.